അജയകുമാർ വല്യുഴത്തിൽ എന്ന പ്രവാസി സംരംഭകൻ തന്റെ പ്രകൃതി സ്നേഹത്തിന്റെ പുതുചരിതം ഈ മണ്ണിൽ കുറിക്കുന്നത് 2005-ലാണ്. കേവലം 4 പശുക്കളിൽ തുടങ്ങിയ അമൃതധാര ഇപ്പോൾ 500-ലധികം നാടൻ പശുക്കളെ മാത്രം പരിപാലിക്കുന്ന കേരളത്തിലെ 1-ാം നമ്പർ പശു സംരക്ഷണ കേന്ദ്രമായി വളർന്നിരിക്കുന്നു. അന്താരാഷ്ട്ര സമൂഹം ആശങ്കപ്പെടുന്ന അനുദിനം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചഭൂതങ്ങളുടെ വീണ്ടെടുപ്പ് പശുവധിഷ്ഠിത കാർഷിക സമ്പ്രദായത്തിലൂടെ സാധ്യമാകുമെന്നതാണ് അജയകുമാറിന്റെ ബോധ്യം. നമ്മുടെ മണ്ണും മനസ്സും ഒരുപാട് മലിനമാക്കപ്പെട്ടിരിക്കുന്നു. മണ്ണിന്റെയും മനസ്സിന്റെയും നൈർമല്യം നമുക്ക് തിരികെ വേണം. അതിനുള്ള ഏക മാർഗം നമ്മുടെ നാടൻ പശു സമ്പത്ത് തിരികെ എത്തിക്കുകയാണ്. നാടൻ പശുക്കളിൽ അധിഷ്ഠിതമായ കാർഷിക, സാമൂഹിക, സാമ്പത്തിക സംവിധാനം യാഥാർത്ഥ്യമാകണം. അതാണ് എൻ്റെ ലക്ഷ്യവും ദൗത്യവും. ഭാരതത്തിൽ അന്യം നിന്നുപോകുന്ന പൊങ്കാന്നൂർ, കാങ്കരാജ്, കാങ്കയം, വെച്ചൂർ തുടങ്ങിയ 23ഓളം നാടൻ പശുവിനങ്ങളാണ് ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത്. കേരളത്തിലെ അറവുശാലകളിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടുവന്ന പശുക്കളെ ഇവിടെ സംരക്ഷിക്കുന്നു. പ്രതിമാസം ലക്ഷക്കണക്കിന് രൂപ നഷ്ടം സഹിച്ചുകൊണ്ട് ഇവയെ സംരക്ഷിക്കുമ്പോഴും അജയ്കുമാറിന്റെ പിൻബലം യഥാർത്ഥ മാനവികതയുടെ യുക്തിഭദ്രമായ സിദ്ധാന്തങ്ങളാണ്. മുലപ്പാല് പറ്റിയാലോ പ്രായമായാലോ പെറ്റമ്മയെ നമ്മൾ ഉപേക്ഷിക്കാറില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഒരു ആയുഷ്കാലം പാൽ ചുരത്തിയ ഗോമാതാവിനെ നമുക്ക് ഉപേക്ഷിക്കാനാകുക? നാടൻ പശുവിന്റെ പരിശുദ്ധമായ പാലിനായി അമൃതധാരയെ തേടി നിരവധി പേർ എത്തുന്നുവെങ്കിലും പശുക്കിടാവിന്റെ അവകാശമായ പാൽ അവയുടെ ആവശ്യം കഴിഞ്ഞേ ഇവിടെ കറന്നു വിൽക്കാറുള്ളൂ. അതേസമയം ചാണകം, മൂത്രം എന്നിവയിൽ നിന്നുള്ള വ്യത്യസ്തങ്ങളായ ഉപോൽപ്പന്നങ്ങളാണ് അമൃതധാരയിൽ നിന്ന് മാർക്കറ്റിലെത്തുന്നത്. നാടൻ പശുക്കളുടെ ചാണകവും മൂത്രവുമായതിനാൽ ഇവയ്ക്ക് വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ്. നാടൻ പശുവധിഷ്ഠിത കാർഷിക സമ്പ്രദായത്തിന്റെ വിളനിലമാണ് അമൃതധാര. ഗോശാലയോട് ചേർന്ന 34 ഏക്കർ സ്ഥലത്ത് പലതരം പച്ചക്കറികളും പഴങ്ങളും കൃഷി ചെയ്യുന്നു. പൂർണ്ണമായും നാടൻ പശുക്കളുടെ ചാണകവും മൂത്രവും മാത്രമാണ് വളമായി ഉപയോഗിക്കുന്നത്. ഇതിനു പുറമെ ജലസേചനത്തിനായി തടയണയും നിർമ്മിച്ചിട്ടുണ്ട്. മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കുന്നതിനൊപ്പം വിഷരഹിതമാക്കി സ്വാഭാവികത വീണ്ടെടുക്കാൻ ഈ കൃഷിരീതി സഹായിക്കുന്നു. സർവോപരി ശുദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ജനങ്ങൾക്ക് പ്രാപ്യമാക്കുന്ന സാമൂഹിക ധർമ്മം നിറവേറ്റുന്നതിൽ അമൃതധാര മാതൃക തീർക്കുന്നു. പശു അധിഷ്ഠിത കാർഷിക, സാമൂഹിക, സാമ്പത്തിക സമ്പ്രദായത്തിന്റെ പ്രാധാന്യം പുതുതലമുറയ്ക്ക് പകർന്നു നൽകാനുള്ള ഉദ്യമങ്ങൾക്ക് അമൃതധാര നേതൃത്വം നൽകി വരുന്നു. പശു വളർത്തലിന്റെയും കാർഷിക വൃത്തിയുടെയും പ്രായോഗിക പരിശീലനങ്ങൾക്കൊപ്പം വീടുകളിൽ കൃഷി തുടങ്ങുന്നതിനുള്ള വിത്തുകൾ വരെ നൽകി വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്നു. കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ ഔദ്യോഗിക ഫാം സ്കൂളായ അമൃതധാരയിൽ ഏതാണ്ട് 10,000-ലധികം വിദ്യാർത്ഥികൾ സന്ദർശനം നടത്തുകയും നിരവധി പേർ പരിശീലനം നേടുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ യുവജന സംഘടനകൾ, മറ്റു കൂട്ടായ്മകൾ എന്നിവർക്കെല്ലാം ഇവിടെ നാടൻ പശുവധിഷ്ഠിത കാർഷിക സമ്പ്രദായത്തിന്റെ അറിവുകൾ കൈമാറുന്നു. കുട്ടികൾ കൃഷി ചെയ്യുമ്പോൾ അവർ ചെടികളെയും പൂക്കളെയും പൂമ്പാറ്റകളെയും പക്ഷികളെയും സ്നേഹിക്കാൻ തുടങ്ങും. വീടിനെയും വീട്ടുകാരെയും സ്നേഹിക്കുന്നു. അയൽക്കാരനുമായി പങ്കുവെക്കലിന്റെ കഥ പറയും. പിന്നെ അവർ നാടിനെയും രാജ്യത്തെയും ലോകത്തെയും സ്നേഹിക്കുന്നു. അതാണ് കൃഷിയുടെ മഹിമ. കർഷകനാണ് പ്രകൃതിയുടെ യഥാർത്ഥ പൂജാരി. നാടൻ പശുവധിഷ്ഠിത കാർഷിക സമ്പ്രദായത്തിന്റെ പ്രചരണത്തിനായി നൂതന സങ്കേതങ്ങളെയും അമൃതധാര ഒപ്പം നിർത്തുന്നു. നാടൻ പശു വളർത്തലിന്റെ സമഗ്ര വിവരങ്ങൾ ലഭ്യമാക്കുന്ന വിത്ത് റൂട്ട്സ് TV എന്ന ഫേസ്ബുക്ക്, യൂട്യൂബ് ചാനലുകൾ പ്രേക്ഷക ശ്രദ്ധ നേടിക്കഴിഞ്ഞു.
നാടൻ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താൻ സാധാരണ കർഷകനെ സഹായിക്കുന്ന withroots.in എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പണിപ്പുരയിലാണ് അജയകുമാർ വല്യുടത്തിലും സംഘവും. നാടൻ പശു സംരക്ഷണം, പശുവധിഷ്ഠിത കൃഷിയുടെ പ്രചാരണം, ജൈവ വൈവിധ്യ പരിപോഷണം തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിലെ സേവനങ്ങൾ പരിഗണിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടേതുൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ അജയകുമാർ വല്യുടത്തിലിനെ തേടിയെത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ഗോകുൽ മിഷൻ പദ്ധതിക്ക് കീഴിൽ മൃഗസംരക്ഷണ ക്ഷീരോത്പാദന വകുപ്പ് ജനിതക ഗുണമുള്ള നാടൻ പശുക്കളുടെ വംശവർദ്ധനവിനായുള്ള ബ്രീഡ് മൾട്ടിപ്ലിക്കേഷൻ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന് ദേശീയ തലത്തിൽ തന്നെ ആദ്യമായി തിരഞ്ഞെടുത്തത് അമൃതധാരയെയാണ്. പശുക്കൾ ഐശ്വര്യത്തിന്റെ അടയാളമാണെന്നാണല്ലോ ഭാരതീയ സങ്കല്പം. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്കും പശു സംരക്ഷണത്തിനുള്ള അവസരം അമൃതധാര ഒരുക്കുന്നു. വീടുകളിൽ പിറന്നാൾ, വിവാഹം തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ പശുക്കൾക്കും ഭക്ഷണം വിളമ്പുന്നതുൾപ്പെടെയുള്ള സ്കീമുകളുടെ ഭാഗമായി സർവ്വവിധ ഐശ്വര്യം തേടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേർ ഇവിടെ എത്തുന്നു. ഈ സ്കീമുകളുടെ ഭാഗമാകുന്നവരെ തേടിയെത്തുന്നത് കേവലം അനുഗ്രഹം മാത്രമല്ല, അറവുശാലകൾക്ക് വിട്ടുകൊടുക്കാതെ ഭാരതത്തിന്റെ സ്വന്തം നാടൻ പശുക്കളെ സംരക്ഷിക്കുന്ന അജയകുമാറിന്റെ ഒറ്റയാൾ പോരാട്ടത്തിനുള്ള പിന്തുണ കൂടിയാണ്. വ്യത്യസ്തങ്ങളായ റെസിഡൻഷ്യൽ പരിശീലന പരിപാടികൾ, ചടങ്ങുകൾ എന്നിവ സംഘടിപ്പിക്കുന്നതിനുള്ള ഹാളുകൾ, ഭക്ഷണം, താമസ സൗകര്യം എന്നിവ ഉൾപ്പെടെ ഇവിടെ സജ്ജമാണ്. അക്കാദമിക, സാമൂഹിക, കാർഷിക, ആത്മീയ തലങ്ങൾ സമന്വയിക്കുന്ന പശുവധിഷ്ഠിത തീർത്ഥാടന കേന്ദ്രത്തിന്റെ പണിപ്പുരയിലാണ് അമൃതധാര. നമ്മുടെ മഹത്തായ പൈതൃകവും പാരമ്പര്യവും വീണ്ടെടുക്കേണ്ടതുണ്ട്. അതിനുള്ള മികച്ച മാർഗം നാടൻ പശുവിൽ അധിഷ്ഠിതമായ കാർഷിക, സാമൂഹിക, സാമ്പത്തിക സംവിധാനമാണെന്ന് ബോധ്യമായത് ഒപ്പമുണ്ടാകണം എല്ലാവരും. ജൈവ വൈവിധ്യത്തിന്റെ മണ്ണാണ് അമൃതധാര. പൂക്കളും പൂമ്പാറ്റയും പാമ്പും പഴുതാരയും പുൽനാമ്പും വടവൃക്ഷവും ഔഷധസസ്യങ്ങളും കുളിർകാറ്റും കൊണ്ട് അനുഗ്രഹീതമായ ദൈവത്തിന്റെ സ്വന്തമിടം. ഒപ്പം അനുഗ്രഹമേകി ഗോമാതാക്കളും.